ഹായോ, ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഓപ്പൺ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2100 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. 6 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടായി നൽകി ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൊടുത്ത് സിറ്റ് ഔട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് കാർ പോർച്ചും കൂടെ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായി എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു CNC കട്ടിങ് കൊടുത്ത് മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട്. ഇരിക്കാനായിട്ട് സീറ്റിങ്ങിൽ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലെടുത്തി ലിവിങ് ഏരിയയിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു പാർട്ടീഷൻ ബോളും കൂടെ പർഗോള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായ വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കി ഓപ്പൺ കിച്ചണായി അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലായിട്ട് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. വളരെ സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയ കൊടുത്ത് താഴെ 2 ബെഡ്റൂം മുകളിലായിട്ട് 2 ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ബെഡ്റൂമും വ്യത്യസ്ത ഡിസൈനിലായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബെഡ്റൂം ഡോണിലെല്ലാം ഗ്രേ ഷെയ്ഡിലായി പെയിൻറ് നൽകി ഈ ഒരു ബെഡ്റൂമിയുടെ ഗ്രേ പിങ്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാട്ടോ ചെയ്തിരിക്കുന്നത്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി കർട്ടനും ഇവിടെ പിങ്ക് ഷെയ്ഡിൽ തന്നെ ലെങ്ത്തിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. മറ്റ് 2 വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനിങ് ഹാളിലെത്തി ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. മുകളിലായിട്ടും 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ഓപ്പൺ എൻട്രൻസ് നൽകി ആ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. റെഡിമെയ്ഡ് സ്ലാബാണ് ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത്. വുഡിലായിട്ട് വരുന്ന ലൂവർ ഡിസൈനാണ് ആ ഒരു ചെയറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടും ഐവറി ഷെയ്ഡിലായിട്ടും അതുപോലെ ഗ്ലാസ്സിലുമായിട്ടുമാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് വിൻഡോക്കുള്ള ബ്ലൈൻഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് താഴെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. കിച്ചണിലായിട്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ 9 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ സൈസ് വരുന്നത് 330x320 ആണ്. ഈ ഒരു കിച്ചണിൽ മൾട്ടിവുഡിൽ അക്രിലിക് ഗ്ലാസ് ഷീറ്റിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കബോർഡ്സ് എല്ലാം കൗണ്ടർ ടോപ്പിൽ ഇവിടെ റെഡിമെയ്ഡ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗത്തും ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്പൂൺ ട്രേ അതുപോലെ പ്ലേറ്റ് ട്രേ കട്ട്ലറി ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെ കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഇടാനുള്ള സ്പേസും കൂടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് അടിയിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ സീലിങ്ങിൻ്റെ ആ ഒരു ലൈറ്റിങ്സും എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈ ഒരു കിച്ചണൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് ഇവിടെയാണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ വർക്കിംഗ് കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലായിട്ടാണ് ഗ്യാസും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലായിട്ടുള്ള പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വിറകടുപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു വിറകടുപ്പിന് മുകളിലായിട്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ചിമ്മിണി ഇവിടെ കൊടുത്തിട്ടുള്ളത്. 330x260 ആണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് വുഡിൽ വരുന്ന
ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ കട്ട്നി തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ട്രേസ് ആണ് കബോർഡിന് താഴെ നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ വിറകടുപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. രണ്ട് കിച്ചണിലായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. 120-190 സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഒരു ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് വരുന്നത്. ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് പുഴയുടെ ആ ഒരു ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൽ നിന്ന് നമുക്കുള്ള വ്യൂ. വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടൊരു പാത്രം കഴുകാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത്. പുറത്തായിട്ട് വീടിനോട് ചേർന്ന് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്